ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 2 അധ്യായം 7 അവർ ശിശുവിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ഇതുകൊണ്ടാണ് നാം എല്ലാം പുൽക്കൂട് അല്ലെങ്കിൽ ക്രിബ് ഉണ്ടാക്കുന്നത്. യേശു കൊട്ടാരത്തിലല്ല. യേശു ജനിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ്. ഒരു ദരിദ്രരിൽ ദരിദ്രനായിട്ടാണ് യേശു കടന്നു വന്നത് എന്ന ആ സത്യത്തെ ഓർക്കാനും അതിനെ ധ്യാനിക്കാനുമല്ലേ. പ്രിയ സഹോദര സഹോദരി, ഈ ക്രിസ്മസ് നീ ആഘോഷിക്കുമ്പോൾ അത് ധൂർത്തിൻ്റെ ഒരു ആഘോഷമാണോ? ആഡംബരത്തിൻ്റെ ഒരു ആഘോഷമാണോ? ക്രിസ്മസ് റാലികൾ, ക്രിസ്മസ് ആഘോഷങ്ങൾ, കേക്ക് വിതരണം, കരോൾ സിംഗിങ്, ഡെക്കറേഷൻസ്, നാം വാങ്ങിക്കൂട്ടുന്ന പുതിയ പുതിയ വസ്ത്രങ്ങൾ, ക്രിസ്മസിനോടനുബന്ധിച്ച് ഞാൻ ചെയ്യുന്ന വിലപിടിപ്പുള്ള കാര്യങ്ങൾ, വലിയ ചിലവുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒത്തിരി പണം ധൂർത്തടിക്കുന്ന ഒരു സമയമായി ഇന്ന് ക്രിസ്മസ് മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ സാന്താക്ലോസ്മാർ വീഥികൾ നിറഞ്ഞു നിൽക്കുന്നു. ഒരു നക്ഷത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് പല നക്ഷത്രങ്ങൾ ഭവനങ്ങളെ മൊത്തം അലങ്കരിക്കുന്നു. നയനമനോഹരമായ ദീപാലങ്കാരങ്ങൾ, സ്ഥാപനങ്ങൾ, ഭവനങ്ങൾ, കുടുംബങ്ങൾ, അതോടൊപ്പം തന്നെ കർണകഠോരമായ വെടിക്കെട്ടുകൾ, വെടിക്കോപ്പുകൾ, ഇങ്ങനെ ഒത്തിരി അധികം സമ്പാദ്യങ്ങൾ നാം ഈ ദിവസം ക്രിസ്മസിൻ്റെ പേരിൽ, പുൽക്കൂട്ടിൽ പിറന്ന യേശുവിൻ്റെ പേരിൽ നാം നഷ്ടപ്പെടുത്തുന്നു, ചിലവഴിക്കുന്നു. അയൽത്ത് നിൽക്കുന്ന അയൽക്കാരനെ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ, ദരിദ്രനെ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ, ഈ സന്തോഷം ആ ദരിദ്രനുമായി പങ്കിടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, ഈ ക്രിസ്മസ് എന്തിന്? കടത്തിണ്ണയിൽ അന്തി ഉറങ്ങുന്നവനെ, വഴിയോരങ്ങൾ വിശ്രമിക്കുന്നവരെ, അവരെ നമുക്ക് കാണുവാൻ സാധിച്ചില്ലെങ്കിൽ ഈ ക്രിസ്മസ് കൊണ്ട് എന്തർത്ഥം? നമ്മുടെ ചുറ്റുമുള്ള ദരിദ്രരെയും പാവപ്പെട്ടവരെയും അനാഥരെയും വിധവകളെയും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുവാൻ ഇല്ലാത്തവരെയും കൂലിപ്പണിക്കാരെയും, എന്തിന് നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെയും എളിവരെയെല്ലാം കരുതുന്നില്ലെങ്കിൽ, അവരെ സഹായിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, എങ്ങനെ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയുടെ ജനനം നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും? ആത്മശോധന ചെയ്യുക, പുൽക്കൂട് മറക്കാതിരിക്കുക. യേശു പിറന്നത് കാലിത്തൊഴുത്തിലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.